വെറും ഒരു തയ്യൽ മെഷീൻ വലിയ സ്വപ്നം കാണുന്നു. ചിരിക്കണ്ട, ശരിക്കും ഒരു തയ്യൽ മെഷീൻ പുതിയ പോപ്പിനെ സ്വപ്നം കാണുകയാണ്. 3 പോപ്പുമാരെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ സുദിനത്തിന് വേണ്ടി ആ തയ്യൽ മെഷീനിൽ വിരലോടിക്കുന്ന ഒരു വ്യക്തി. ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം ചോദ്യവുമൊക്കെ ഉയരുന്നുണ്ടാകും അല്ലേ? ഇതെന്ത് മണ്ടത്തരമായി പറയുന്നതെന്നും ചിലർ ചിന്തിക്കും. എന്നാൽ കേട്ടോ, ഒന്നും കൂടി അത് ഞാൻ വ്യക്തമാക്കാം. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ആഗോള കത്തോലിക്ക സഭയുടെ ഇടയൻ എന്ന മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഒരാളുടെ വരവ് പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ ഒരു വ്യക്തി തൻ്റെ മനസ്സിൽ ഏറെ വ്യത്യസ്തരായ 3 പേരെ ആ സ്ഥാനത്തേക്ക് ഒരുപോലെ സ്വപ്നം കാണുന്നു. ആ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങുന്നു, വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പിന്നൊരു കാര്യം കൂടി, ഈ 3 പേരും ഒട്ടും പിന്നിൽ പോകരുതെന്ന നിർബന്ധവും ഈ വ്യക്തിക്കുണ്ട്. ഈ വ്യക്തിയുള്ളത് വേറെങ്ങുമല്ല, റോമിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് റെനീറോ മൻസിനെല്ലി. വത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്കും കർദിനാൾമാർക്കും ഒക്കെ വർഷങ്ങളായി പേപ്പൽ വസ്ത്രങ്ങൾ തയ്ക്കുന്ന വ്യക്തിയാണ് റെനീറോ മൻസിനെല്ലി. കോൺക്ലേവിന് ശേഷം സിസ്റ്റൈൻ ചാപ്പലിൽ വെളുത്ത പുക ഉയരുമ്പോൾ ആ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്ന മാർപ്പാപ്പ ആരാണെന്നറിയാൻ ലോകം മുഴുവൻ കാത്തു നിൽക്കുമ്പോൾ വരുന്ന പാപ്പയെ മനോഹരമാക്കാൻ പാപ്പയ്ക്കുള്ള വസ്ത്രം തയ്യാറാക്കുന്നതും മൻസിനെല്ലി തന്നെയാണ്. ആരാണ് അടുത്ത മാർപ്പാപ്പ എന്നത് പ്രവചനാതീതമായതിനാൽ 3 സൈസ് വസ്ത്രങ്ങളാണ് അദ്ദേഹം തയ്യാറാക്കുന്നത്. സ്മോൾ, മീഡിയം, ലാർജ്, അതായത് യഥാക്രമം 50, 54, 58 സൈസുകളിലാണ് വസ്ത്രങ്ങൾ നിർമ്മിക്കുക. മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വരുന്നത് ആരാണെങ്കിലും അവരെ ധരിപ്പിക്കുന്ന വസ്ത്രം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് മൻസിനെല്ലി ഓരോ വസ്ത്രങ്ങളും മെനയുന്നത്. അതും അദ്ദേഹം വെറുതെ അങ്ങ് ഒരുക്കുകയല്ല. താനിടുന്ന വസ്ത്രത്തോടു കൂടി പ്രത്യക്ഷപ്പെടുന്ന മാർപ്പാപ്പ ലോകത്തിന് പ്രത്യാശയും പ്രകാശവും നൽകണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടൊരുക്കുന്ന മെനയുന്ന വസ്ത്രങ്ങൾ. കഴിഞ്ഞ 60 വർഷത്തോളമായി മൻസിനെല്ലി വൈദികർക്കും കർദിനാൾമാർക്കും ബിഷപ്പുമാർക്കും ഒക്കെയായി വസ്ത്രങ്ങൾ ഒരുക്കുന്നു. തൻ്റെ 15-ാം വയസ്സിൽ പിതാവിനൊപ്പം ചേർന്നാണ് മൻസിനെല്ലി തയ്യൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനിടയിൽ 3 മാർപ്പാപ്പമാർക്കും വസ്ത്രങ്ങൾ അദ്ദേഹം മെനഞ്ഞു. ജോൺ പോൾ II, ബെനഡിക്ട് 16, ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയവർക്കായി അദ്ദേഹം വസ്ത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ ഒപ്പം അഭിമാനത്തോടെയുമാണ് മൻസിനെല്ലി അത് ഓർത്തെടുക്കുന്നത്. Giovanni Paolo II, Benedetto e Francesco, personaggio. E l'ho fatto sempre con tanto piacere, con passione. 87 വയസ്സുകാരനായ മൻസിനെല്ലി ഇക്കുറിയും സമ്മാനമായാണ് പുതിയ മാർപ്പാപ്പയ്ക്കായുള്ള വസ്ത്രങ്ങൾ നൽകുക. മൻസിനെല്ലി കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ മെനയുന്ന ആ കാഴ്ച, ആ വസ്ത്രങ്ങൾ പിടിക്കുന്ന രീതി ആരായാലും ഏറെ കൗതുകത്തോടെ നോക്കി നിന്നു പോകും. അത്രയ്ക്ക് മനോഹരമാണത് കാണാൻ. കാരണം അദ്ദേഹം അത് ചെയ്യുന്നത് കേവലം ഒരു ജോലി എന്നതിനപ്പുറം ഹൃദയം കൊണ്ടാണ്, ഹൃദയത്തിൽ നിന്നാണ്. ഇത്തരത്തിൽ പേപ്പൽ വസ്ത്രങ്ങൾ മെനയുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ കൂടിയാണ്. മൻസിനെല്ലിയുടെ മുഖത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അത് നിറഞ്ഞു നിൽക്കുന്നു. വസ്ത്രങ്ങൾ കൂടാതെ മറ്റ് ആരാധനാ വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ ഷോപ്പിലുണ്ട്. 3 സൈസിലുമുള്ള, അതായത് 50, 54, 58 സൈസിലുള്ള വസ്ത്രങ്ങളും തയ്യാറായി കഴിഞ്ഞു. നാളെ നടക്കുന്ന കോൺക്ലേവിന് മുൻപായി അവ കൈമാറും. ഒരു കാര്യം ഉറപ്പാണ്, നാളെ വത്തിക്കാനിൽ റോമിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കാൻ പോകുന്ന കോൺക്ലേവിൻ്റെ ഫലം അത് എപ്പോൾ പുറത്തു വന്നാലും ആ നിമിഷം മൻസിനെല്ലിയുടെ മനസ്സ് അതിയായി സന്തോഷിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ അന്നാരും മൻസിനെല്ലിയെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. വസ്ത്രങ്ങളെക്കുറിച്ച് പരിചയക്കാർ 1-2 പേർ സംസാരിക്കുമായിരിക്കും. ഇനി സംസാരിച്ചില്ലെങ്കിലും മൻസിനെല്ലി ഏറെ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം അദ്ദേഹം അത് തൻ്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. താൻ തുന്നിച്ചേർത്ത വസ്ത്രത്തിൽ നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ പുതിയ തലവനെ കാണുമ്പോൾ, ആ വസ്ത്രത്തിൽ നിൽക്കുന്ന പാപ്പയെ ആളുകൾ നെഞ്ചിലേറ്റുമ്പോൾ ഹൃദയം കൊണ്ട് മൻസിനെല്ലി ദൈവത്തിന് നന്ദി പറയുന്നുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ ആ വചനം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വാട്ട് എവർ യു ഡു, വർക്ക് ഹേർട്ട്ലി അസ് ഫോർ ദി ലോഡ് ആൻഡ് നോട്ട് ഫോർ മെൻ. കൊളോസോസ് 3-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. നാളെ നടക്കാൻ പോകുന്ന കോൺക്ലേവിനെ സമർപ്പിച്ച്, പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.